ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയായി പോയതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മാത്രമല്ല, ജോലി ചെയ്യാനും എല്ലാം മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നെന്താ ഒരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു, നാമമൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ. അപ്പോൾ വൈകുന്നേരം രാവിലെ മുതലേ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് എന്താ സാൻഡ്വിച്ച് വേണമെന്നൊക്കെ. അപ്പോൾ ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മയനൈസൊക്കെ തയ്യാറാക്കേണ്ടത്, അത് ഒരുപാട് മെനക്കേടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ കുറച്ച് ഓയിൽ മതി, നമുക്ക് ജസ്റ്റ് കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞല്ലേ, വൈകുന്നേരം ചായയൊക്കെ എന്തെങ്കിലും അവർക്ക് കഴിക്കാനായിട്ട് വേണം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവർക്ക് പോരാ, അവർക്ക് എന്തെങ്കിലും അതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് മടിച്ചതാണ്. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഇത്രയും പറഞ്ഞതല്ലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറിയത്. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മുടെ തൊലിയോട് കൂടി തന്നെ കുക്കറിലൊക്കെ ഇട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കണം, കാരണം കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്, പിന്നെ താഴെ കുഞ്ഞമ്മയുടെ മക്കളുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് തോനെയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ തുറക്കുന്ന കാര്യം നമ്മുടെ വിസിലൊക്കെ വന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ അത് തുറന്നിട്ട്, കാരണം ഒത്തിരി സമയം ലേറ്റ് ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ധൃതി കാരണം ഞാനത് അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ എയറൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അടപ്പൊന്ന് തുറക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതിനകത്ത് മേളത്തെ ആ പിടിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തണുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ തുറന്നെടുത്തു. പിന്നെ നമ്മുടെ അതിൽ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതലായിട്ട് ക്യാരറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉരുളക്കിഴങ്ങ് തന്നെ നമ്മളിത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കടയിൽ പോയിട്ടപ്പോൾ നമുക്ക് നാളെ കറിക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അമ്മ. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് അതിന് അടുത്താണ്. പിന്നെ സവാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നാണ് അതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ അത് നാളെ കറിക്ക് വേണ്ടിയിട്ട് അമ്മ അത് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് നൈസായിട്ട് കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്, അമ്മയോട് ചോദിച്ചിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് എന്താ എളുപ്പമാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി പുഴുങ്ങുന്നതിനെക്കാട്ടിലും ഇതുപോലെ അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ പുഴുങ്ങാനിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിയുമാണ് കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. അപ്പോൾ ഈ ഇത്രയും ഒരു ഇതിൽ മതി കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പുഴുങ്ങി മാറ്റി, കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി ഉടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് ആ കുക്കറിൽ തന്നെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വെന്ത് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ 2 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, 2 സവാളയും 2 പച്ചമുളകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, കാരണം കുട്ടികൾക്കാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എരിവ് ഒരുപാട് വേണ്ടല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ സവാള നമ്മുടെ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ സവാളയും പച്ചമുളകും കൂടി ഒരുമിച്ചാണ് കേട്ടോ വഴറ്റിയെടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴുണ്ടല്ലോ ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇത് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓയിൽ വേണ്ട, നമ്മൾ എണ്ണയിൽ മുക്കി അങ്ങനെ പൊരിച്ചെടുക്കുകയല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് എണ്ണ കൊടുക്കുന്നല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനും വേണ്ട. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്ന് അതിലേക്ക് ഞാൻ പൊടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടികളും പിന്നെ അതുപോലെ നമ്മുടെ വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും, അതുപോലെ തന്നെ നമ്മുടെ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഒരുപാട് താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് ഒരുപാട് വെജിറ്റബിൾസും ഇല്ല ഇതിൽ, പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ ഗ്രീൻ പീസും നമ്മളെന്താ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മസാല അധികത്തിൽ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ച് നമ്മുടെ മസാലയാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്, നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ.
അപ്പോൾ ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പിന്നെ ബ്രെഡാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പം ബ്രെഡാണെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2-3 ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടി നമ്മൾ ഈ മിക്സിലേക്ക് വെജിറ്റബിൾ മിക്സിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ക്വാണ്ടിറ്റി വേണം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്രെഡിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ പൊടി നമ്മൾ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു കേട്ടോ, അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ബ്രെഡും കൂടെ പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും കുറച്ചിട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം, അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചധികം ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോൾ കുട്ടികളൊക്കെ ആ ഒരു ത്രില്ലിലാണ്, അവർക്കിത് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഒരു ത്രില്ലിലാണ്. അപ്പോൾ മസാലയുടെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മസാല കഴിക്കാൻ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണം കേട്ടപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ലച്ചു അവിടെ ഉണ്ട്, ലച്ചുവിൻ്റെ പരിപാടികൾ, പെൺകുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ അടുക്കളയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ തൂക്കാനും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ പൊടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് കടുകാണ്. അപ്പോൾ കടുകൊക്കെ അവിടെ തട്ടിയിടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കൂടെ അതും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസും നമ്മുടെ മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ പുറകിൽ ഒരാൾ പോയി നിന്ന് പണിയുന്നുണ്ടോ. അപ്പോൾ ഞാനതിൻ്റെ സ്വിച്ച് നിർത്തിയേക്കാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അവൻ അതങ്ങ് അതിൻ്റെ മിക്സിയുടെ ബട്ടണൊക്കെ ഇങ്ങനെ തിരിച്ചല്ല ഒന്നും നോക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഞാൻ എന്താ ഓഫ് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മിക്സിയുടെ ബട്ടൺ ചെന്ന് തിരിച്ചപ്പോൾ ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള കുരുത്തക്കേടുകളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ, നമുക്കിപ്പോൾ ആകെ ഒരു ഷേപ്പേ ഉള്ളൂ, ആ ഒരു റൗണ്ട് ഷേപ്പ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമ്മൾ അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് എണ്ണം കൂടുതലിട്ടും പക്ഷെ നമുക്ക് ആ കഴിക്കുന്നതിൽ ഒരു തൃപ്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ തന്നെ കട്ട്ലേറ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ അത് സമയവും ഇല്ല, അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ള ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വെച്ച് തന്നെ റൗണ്ടിൽ അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മൈദയുടെ പൊടിയാണ് ഞാനിതുപോലെ മുട്ടയ്ക്ക് പകരം എടുക്കുന്നത്. അപ്പോൾ മുട്ട വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മുട്ട ഇല്ലാത്തതുകൊണ്ട് മൈദയുടെ പൊടി ഇതുപോലെ ഒന്ന് വെള്ളം കലക്കിയിട്ട് അത് ഇച്ചിരി അത്യാവശ്യം നല്ല ലൂസായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ കലക്കിയിട്ട് അതിലാണ് കേട്ടോ നമ്മുടെ ഈ കട്ട്ലേറ്റ് ഒന്ന് മുക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു നമ്മുടെ പാനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് നമുക്കറിയാമല്ലോ എത്രത്തോളം ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത്രയൊന്നും ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മൈദയുടെ ആ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്കൊന്ന് കോട്ട് ചെയ്തെടുത്ത്, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് എണ്ണയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണല്ലോ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ എന്ന് വെച്ചാൽ എണ്ണ ഒരുപാട് അതിൽ അബ്സോർവ് ചെയ്യുന്ന ഐറ്റമാണ്. പക്ഷെ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ മാത്രം എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഏകദേശം ഒരു 10-22 കട്ട്ലേറ്റോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആർക്കും തികഞ്ഞില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്രയ്ക്കും ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചേർത്തുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയപ്പോഴും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ആദ്യത്തെ ആ ഒരു ബാച്ച് ഇങ്ങനെ പൊരിച്ചെടുത്ത് മാറ്റിയിട്ട് രണ്ടാമത്തതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൈഡ് രണ്ടും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പാത്രങ്ങളൊക്കെ ഫുൾ അഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ വന്ന് പാത്രം കഴുകുകയാണ്. അമ്മയ്ക്ക് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അമ്മയുടെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ കഴുകാമെന്ന്.
അപ്പോൾ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ അത് ഫുള്ള് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും നമ്മുടെ ഫുള്ളായിട്ടുള്ള കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ അത്ര ലുക്കില്ലെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതൊരു ഗുഡ് ബൈ.